Hey guys, welcome back to my YouTube channel. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഞാൻ എൻ്റെ ഹെയറിന് വേണ്ടി ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കുഞ്ഞ് ട്രീറ്റ്മെൻറ്റിൻ്റെ വിശേഷങ്ങളാണ് കാണിക്കാൻ വേണ്ടി പോണത്. അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസും അതുപോലെ തന്നെ എങ്ങനെയൊക്കെയാണത് ചെയ്യണമെന്നുള്ളതൊക്കെയാണ് കാണിക്കാൻ വേണ്ടി പോണത്. അപ്പോൾ ബിഫോർ എൻ്റെ മുടി ഇങ്ങനെയായിരുന്നു, ഭയങ്കരമായിട്ട് നാശകോശമായിട്ടിരിക്കണമായിരുന്നു. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും, ഭയങ്കരമായിട്ട് ഫ്രിസി ആയിട്ട് ഡ്രൈ ആയിട്ട് സ്പ്ലിറ്റ് ആയിട്ട് ആകെ ഒരു മാതിരി ഇരുന്ന് വെച്ച് ഞാൻ കുറേ ആലോചിച്ചത് ചെയ്യണോ വേണ്ടേ എന്നുള്ളത്. അപ്പോൾ ആ കൺഫ്യൂഷനിലായിരുന്നു. പിന്നെ രണ്ടും കൽപ്പിച്ച് ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് അങ്ങനെ ചെയ്യാം എന്നുള്ളത്. വേറെ ഒന്നല്ല, ബോട്ടോക്സ് ആണ് ചെയ്യാൻ വേണ്ടി പോണത്. അപ്പോൾ ഭയങ്കര പേടിയായിരുന്നു, എങ്ങനെയായിരിക്കും, സലീം കുമാറിനെ പോലെ ഇരിക്കുമോ അല്ലെങ്കിൽ എൻ്റെ ഈ വട്ട ഉണ്ട മോന്തക്ക് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യുമോ, ആകെ കൺഫ്യൂഷനിലായിരുന്നു. ലാസ്റ്റ് ഞാൻ രണ്ട് കൽപ്പിച്ച് വന്നിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ എൻ്റെ മുടിയുടെ ടെക്സ്ചർ നോക്കിയപ്പോൾ അവർ പറഞ്ഞു ഓൾറെഡി ഞാൻ നേരത്തെ ലെയറായിരുന്നു വെട്ടിയിട്ടുണ്ടായിരുന്നത്, അപ്പോൾ ഒന്നും കൂടി ലെയർ വെട്ടേണ്ടി വരും എന്ന് പറഞ്ഞു. കാരണം ഓൾറെഡി നല്ല രീതിയിൽ സ്പ്ലിറ്റ് ആയിട്ടുണ്ടായിരുന്നു ഹെയറൊക്കെ. അപ്പോൾ ആ ഒരു ഹെയർ സ്പ്ലിറ്റ് ഡാമേജ് ആയിട്ടുള്ള ഹെയറൊക്കെ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഹെയറൊക്കെ നല്ല രീതിയിൽ കട്ട് ചെയ്തു. ഇറക്കം ഒട്ടും കുറക്കരുതെന്ന് പറഞ്ഞു. പക്ഷേ എന്നാലും മാക്സിമം ആ കുട്ടി അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഇറക്കം കുറക്കാണ്ട് എൻ്റെ ഡാമേജ് ആയിട്ടുള്ള ഹെയർ കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് സെറ്റ് ചെയ്ത് പെർഫെക്റ്റ് ആക്കി വെട്ടി അതൊന്ന് നൈസായിട്ടൊന്ന് ഉണക്കിയിട്ടൊക്കെ ഇട്ടേക്കണം കേട്ടോ. ഇനി ഇതിന് ശേഷമാണ് നമുക്ക് ബോട്ടോക്സിൻ്റെ ആ ഒരു ക്രീം അപ്ലൈ ചെയ്യാനായിട്ടുള്ളത് കേട്ടോ. ഹെയറൊക്കെ കട്ട് ചെയ്തതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ബോട്ടോക്സിൻ്റെ ആ ഒരു ക്രീം ഹെയറിൽ അപ്ലൈ ചെയ്യണത്. അപ്പോൾ ഓരോ ലെയറായിട്ട് ഹെയർ സെപ്പറേറ്റ് മാറ്റി കുറേശ്ശെ ക്രീം അപ്ലൈ ചെയ്ത് നന്നായിട്ട് മസാജ് ചെയ്ത് ഹെയറിൽ മൊത്തത്തിൽ അപ്ലൈ ചെയ്ത് അങ്ങനെ മൊത്തം ഹെയറിൽ ഇതേപോലെ ഓരോ ലെയറായിട്ട് ചെയ്യണം. അപ്പോൾ കുറേ ടൈം എടുക്കുന്നുണ്ട്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെയൊക്കെ സമ്മതിച്ച് കൊടുക്കണം. കാരണം അത്രയും നേരം നിന്നിട്ട് ഈ ഒരു സംഭവം ക്ഷമയോടുകൂടി ചെയ്യണമെന്ന് പറഞ്ഞാൽ ഭയങ്കര, ഞാനൊന്നും ഒട്ടും അങ്ങനെ ചെയ്യൂല കേട്ടോ. എനിക്കങ്ങനെ ഇരുന്നിട്ട് തന്നെ ബോറടിച്ചിട്ട് വയ്യായിരുന്നു. അപ്പോൾ ഇവർ എങ്ങനെ ഇത്ര ക്ഷമയിൽ ഇങ്ങനെ ചെയ്യണമെന്നാവും. ഈ ഒരു ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്ത് തന്നെ ഏകദേശം ഒരു 5:30 ആയപ്പോഴാണ്. മൊത്തം കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു 9:30. അപ്പോൾ തന്നെ നമുക്ക് ആ ടൈം കാൽക്കുലേറ്റ് ചെയ്യാം എന്തോരം നേരം അവർ നിന്നിട്ടുണ്ടാവുമെന്ന്. അതുപോലെ തന്നെ എല്ലാ ക്രീമുകളും നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്ത് കൂട്ടിക്കെട്ടി ഇതുപോലെ നെറുകയിൽ വെച്ചിട്ട് ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് കവർ ഇട്ട് തരും. ഇനി ഇത് വെച്ചിട്ട് നമ്മൾ 1 മണിക്കൂറോളം ഇങ്ങനെ ഇരിക്കുക എന്നുള്ളതാണ് അടുത്ത നമ്മുടെ ടാസ്ക് വന്നത്. അതിനുശേഷം നമ്മുടെ മുടി ഭയങ്കരമായിട്ട് ഒട്ടിയിട്ടായിരിക്കും ഇരിക്കണത്. എല്ലാ മുടികളും കൂടി ആ ഒരു ക്രീമിൽ ഇങ്ങനെ പൊതിഞ്ഞായിരിക്കും ഇരിക്കണത്. അത് കഴിഞ്ഞിട്ട് ഇതുപോലത്തെ ബ്ലോ ഡ്രയർ വെച്ചിട്ട് പയ്യെ ഓരോ മുടി ഇതുപോലെ വിടിയിപ്പിച്ചെടുക്കാനായിട്ട് അടുത്ത ടാസ്ക് വന്നത്. അങ്ങനെ ഓരോന്ന് മാറ്റിയതിന് ശേഷം നല്ല ഭംഗിയുണ്ടായിരുന്നു എൻ്റെ മുടി ആ ടൈമിൽ കാണാനായിട്ട്. പക്ഷേ ക്രീം ഉണ്ടല്ലോ, ആ ക്രീമും കൂടി ഉള്ളത് കാരണം മുടിക്ക് നല്ല ഉള്ളു തോന്നുന്നുണ്ടായിരുന്നു. പക്ഷെ എന്നാലും നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഏത് നിമിഷവും ഞാൻ സലീം കുമാർ ആവാം എന്നുള്ളൊരു ടെൻഷനിൽ ഇങ്ങനെ ഇരിക്കണമായിരുന്നു കേട്ടോ. അതിനുശേഷം നമ്മളുടെ ആ ഹെയറിൽ ഹീറ്റർ വെച്ചിട്ട് നന്നായിട്ട് സ്ട്രെയിറ്റനിങ് ചെയ്ത് കൊടുക്കുക ചെയ്യണത്. അപ്പോൾ അത്യാവശ്യം മുടിയുടെ ടെക്സ്ചർ കാര്യങ്ങളൊക്കെ നന്നായിട്ട് മാറേണ്ടതെന്ന് വെച്ചാൽ പ്രോട്ടീനാണ് സാധനം. അപ്പോൾ നല്ല രീതിയിൽ നമ്മുടെ ഹെയറിലോട്ട് അബ്സോർബ് ആവുന്ന രീതിയിൽ അവർ നന്നായിട്ട് വലിച്ചിട്ടാണ് ഇരുന്നത്. അപ്പോൾ നല്ല രീതിയിൽ നമ്മുടെ ലെങ്ത്തും വെക്കുന്നുണ്ടായിരുന്നു. അതനുസരിച്ച് നമ്മുടെ ഹെയറിൻ്റെ ടെക്സ്ചർ മാറണ്ടായിരുന്നു കേട്ടോ. കണ്ടോ, ഈ ഒരു സംഭവമാണ്, ഈ ഒരു ലുക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പക്ഷേ ഇത് ക്രീം ഉള്ളത് കാരണമാണ് ഇത്രയും വോളിയമായിട്ടിരിക്കുന്നത്. പക്ഷേ കഴിയുമ്പോഴത്തേനും നമ്മൾ ഇത്രയും ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു ലുക്കിലാണ് കിട്ടിയിരുന്നത് കുറച്ചും കൂടി നന്നായേനെ. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ഇതുപോലെ അണ്ണൻ ചപ്പിയ മോന്തയായി മാറിയിരിക്കുകയാണ്. ഇനി എന്താ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ബ്ലോ ഡ്രയർ വെച്ചിട്ട് നമ്മുടെ ആ ഒരു നനഞ്ഞ മുടിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് തരാ ചെയ്യണത്. അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഇത് തന്നെ ഒരുപാട് ടൈം എടുക്കുന്നുണ്ട് കേട്ടോ. ഓരോ ലെയറായിട്ടാണ്, ഓരോ മുടിയുടെ ഓരോ ലെയറായിട്ടാണ് അവർ ഓരോന്ന് ചെയ്യണത്. ബ്ലോ ഡ്രൈ ആണെങ്കിലും ക്രീം അപ്ലൈ ചെയ്യുന്നതും എല്ലാം. ഇതാണ് നമ്മുടെ ഫൈനലായിട്ടുള്ള ലുക്ക് വന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് എന്താ പറയുക, ഞാൻ വിചാരിച്ചു എൻ്റെ മുഖത്തിന് ചേരില്ല എന്നുള്ളത്. പക്ഷേ എൻ്റെ ഫേസുമായിട്ട് ഇത് ഓക്കെയാണ് അത്യാവശ്യം അല്ലേ. എൻ്റെ ഒരു ഉണ്ടപ്പി മോന്തയത് കാരണം ഞാൻ ഭയങ്കരമായിട്ട് ചൊട്ടിപ്പോകുമെന്ന് വിചാരിച്ചു ഹെയർ ഇങ്ങനെ വരുമ്പോൾ. പക്ഷേ അത്യാവശ്യം നല്ല ഭംഗിയുണ്ട്. ഇപ്പം ഞാൻ എടുക്കുന്നത് ഫസ്റ്റത്തെ വാഷ് കഴിഞ്ഞിട്ടുള്ള ദിവസമാണ് കേട്ടോ. 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേനും വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ദിവസത്തെ വീഡിയോ ആണത്. അപ്പോൾ മുടി ഏകദേശം ആ ഒരു സെയിം ടെക്സ്ചറിൽ തന്നെയാണ് ഇരിക്കുന്നത്. വാഷ് ചെയ്ത് കഴിയുമ്പോൾ കുറച്ചും കൂടി നമ്മുടെ മുടി ഒന്നും കൂടി ഒന്ന് ഫ്രീ ആയതുപോലെ തോന്നി. നേരത്തെ കുറച്ച് ഓയിൽനെസ് തോന്നി. പിന്നെ വാഷ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ഏകദേശം ഇപ്പോൾ സെറ്റായി. ഇനി ഒരു വാഷും കൂടി കഴിയുമ്പോഴത്തേനും ഏകദേശം ഓക്കെ ആയിരിക്കും. പിന്നെ ഹെയർ ഫോൾ കാര്യങ്ങളൊന്നും ഇപ്പോൾ നിലവിലില്ല. അതിന് വരുമോയെന്ന് അറിയില്ല. ഇപ്പോൾ എന്തായാലും അവർ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഷാമ്പൂ കണ്ടീഷണറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ചും കൂടി ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും എന്നാണ് പറഞ്ഞത്. അവർ ഡ്യൂറേഷൻ പറഞ്ഞത് ഒരു 3 to 4 months ആണ്. പിന്നെ നമ്മൾ വാഷ് ചെയ്യണത് പോലെ ഇരിക്കും, നോക്കുന്നത് പോലെ ഇരിക്കും. അപ്പോൾ എന്തായാലും സംഭവം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എങ്ങനെയുണ്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് എൻ്റെ പുതിയ ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യുക.
കാരണം ഞാൻ ഓഫീസിൽ ഇത് ചെയ്ത് കഴിഞ്ഞ് ചെന്നപ്പോൾ ആരും വലിയ രീതിയിൽ മൈൻഡ് തന്നില്ല. കാരണം സാധാരണ ഞാൻ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് അവർ റിയാക്ട് ചെയ്തത്. ഇങ്ങനെ വിചാരിക്കാൻ നിൽക്കണ്ട, എന്നെ നിങ്ങൾ അങ്ങനെ എക്സ്പെക്റ്റ് ചെയ്താൽ മതി, കളിയാക്കാൻ നിൽക്കണ്ട, മുഖം ചപ്പളായിട്ടിരിക്കണമായിരിക്കും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞാൻ സീനടിച്ചിട്ടാണ് ഇറങ്ങിയത്. തിങ്കളാഴ്ച വന്നപ്പോഴത്തേനും ആരും വലിയ രീതിയിലൊന്നും മൈൻഡ് ചെയ്തില്ല. നീ ചെയ്തിട്ടും ഏകദേശം അതേപോലെ തന്നെയാണല്ലോ. പക്ഷെ മുടി തൊട്ട് നോക്കുമ്പോൾ നമുക്കൊരു വ്യത്യാസമുണ്ട്. മുടി അത്യാവശ്യം നല്ല രീതിയിൽ ഹാപ്പിയാണ്. തൊട്ട് നോക്കുമ്പോൾ നമുക്കത് അറിയാൻ പറ്റുന്നുണ്ട്. പിന്നെ ഞാനും ഹാപ്പിയാണ്. ആകെയുള്ളൊരു കൺസേൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മോന്ത മാറിപ്പോകുന്നുള്ളതാണ്. ഇത്ര പൈസ കൊടുത്ത് ഇത്രയും ടെൻഷൻ അടിച്ച് അവിടെ ഇരുന്നിട്ട് ലാസ്റ്റ് സലീം കുമാറിൻ്റെ പോലെ ഇങ്ങനെ മുടി നീക്കേണ്ടി വരരുത് എന്നുള്ളതായിരുന്നു എൻ്റെ മെയിൻ ടെൻഷൻ. പക്ഷെ അങ്ങനെ വേണ്ടി വന്നില്ല. എന്തോ ഈ ഒരു സ്റ്റൈൽ ഇഷ്ടപ്പെട്ടു എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്നാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഈ ചെയ്ത പ്രോസസ്സും വീഡിയോസ് കാര്യങ്ങളെല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം.